രാഷ്ട്രീയ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കാഹളം പലയിടങ്ങളിൽ നിന്നായി മുഴങ്ങുമ്പോൾ ഇന്ന് മണിപ്പൂരിലേക്ക് ഓടിയെത്തിയ മോദിക്ക് മുന്നിൽ 2 സീറ്റും കോൺഗ്രസ് തൂത്തുവാരിയിരിക്കുകയാണ്. ഒരിക്കൽ തിരിഞ്ഞു നോക്കാത്തതിന്റെ തിക്തഫലമാണ് എന്ന് BJP തന്നെ മോദിയെ ഉന്നം വെച്ച് പറയുമ്പോഴേക്കും രാഹുൽ അടുത്ത കളം നിറഞ്ഞാടുകയാണ്. ബീഹാറിനെ ഇളക്കിമറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇവിടെ രാഹുലിനോടൊപ്പം 10,000-കണക്കിന് ആളുകളെ കണ്ട കേന്ദ്രം ഞെട്ടിപ്പോവുകയുമാണ്. എന്നാൽ ഇവിടെ രാജ്യത്തെ അവസ്ഥയേക്കാൾ പറയേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. അത് മോദിയുടെ വിദേശ നയമാണ്. പഹൽഗാമിൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ വിജയിച്ചു എന്ന് പറയുമ്പോഴും അവിടെ അമേരിക്കയ്ക്ക് എന്ത് പങ്ക് എന്ന് രാഹുൽ ചോദിച്ച് അവസാനിപ്പിച്ചപ്പോൾ ഉത്തരമില്ലാതെ പാർലമെന്റിൽ രാഹുലിനെ പാകിസ്ഥാൻ വിരോധിയാക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഒരിക്കൽ കൂടി അമേരിക്കയുടെ പ്രസിഡന്റായി ട്രംപ് മാറിയപ്പോൾ മൂന്നാമതെത്തി മോദി. പക്ഷേ അങ്ങനെ ലോക ശ്രദ്ധയും നേടി. എന്നാൽ ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ മോദിക്ക് ക്ഷണമില്ല എന്നത് മറ്റൊരു വസ്തുത. ഇവിടെയൊക്കെ മോദി, ട്രംപ് വലിയ ചെങ്ങാതിമാർ എന്നൊക്കെയുള്ള വാർത്തകളും വന്നിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഇന്ത്യക്ക് മേൽ അമിത തീരുവ ചുമത്തി ഇന്ത്യൻ കയറ്റുമതി വ്യാപാരത്തെ താറുമാറാക്കുകയാണ് ട്രംപ്. അവിടെ മോദി ചൈനയുമായി കൈകൊടുക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. ലോകരാജ്യങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്നതും ഇതേ ബന്ധത്തെ തന്നെയാണ്. അതിനിടയിൽ കോൺഗ്രസിനെ ഒന്ന് കുറ്റപ്പെടുത്താനും കേന്ദ്രം മറന്നിട്ടില്ല. എന്നാൽ ഇവിടെ മോദിക്ക് വീണ്ടും സ്തുതി പാടുന്നത് ശശി തരൂറാണ്. വോട്ട് ചോരി വിഷയത്തിൽ രാഹുലിനോടൊപ്പം നിന്ന തരൂരിനെയാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതെങ്കിൽ വീണ്ടും ഇതാ അടുത്തൊരു വിഷയത്തിൽ മോദിയെ സ്തുതി പാടുകയാണ്. ഇന്ത്യ ചൈന നയതന്ത്ര ചർച്ചകളെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് തരൂർ ഇക്കുറി കോൺഗ്രസിന് തലവേദന തീർത്തിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് അത്യന്താപേക്ഷിതമായ ഒരു നടപടിയാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾ മറികടക്കാൻ ചൈനയുമായുള്ള ഭിന്നതകൾ പരിഹരിക്കുന്നത് ഇന്ത്യയെ സഹായിക്കുമെന്നും തരൂർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരേ സമയം 2 വൻ ശക്തികളായ അമേരിക്കയെയും ചൈനയെയും പിണക്കി നിർത്തുന്നത് ഇന്ത്യക്ക് ഗുണകരമല്ല എന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ ശക്തമായ ബന്ധത്തെയും തരൂർ സ്വാഗതം ചെയ്യുന്നുണ്ട്. ചൈനയുമായി അടുക്കുന്നതിനെ കോൺഗ്രസ് നേരത്തെ വിമർശിച്ചിരുന്ന സാഹചര്യത്തിലാണ് തരൂരിന്റെ ഈ പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ്. റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള നല്ല ബന്ധം രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് അനിവാര്യമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. നേരത്തെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച പരിഹസിച്ചുകൊണ്ടാണ് കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നത്. ചൈനീസ് പ്രസിഡന്റിന് മുന്നിൽ ഭീരുവിനെ പോലെ താണു വണങ്ങിയെന്നും പാകിസ്ഥാൻ ചൈന ജുഗൽബന്ദി എന്ന് വിശേഷിപ്പിച്ചതിൽ മോദി മൗനം പാലിച്ചു എന്നും കോൺഗ്രസിന്റെ കമ്മ്യൂണിക്കേഷൻ മേധാവി ജയറാം രമേശ് ആരോപിച്ചിരുന്നു. പക്ഷെ അതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കൂടിയായ ശശി തരൂർ നിന്ന നിൽപ്പിൽ മോദി സ്തുതി പാടി വീണ്ടും കോൺഗ്രസിന് തലവേദനയായി മാറുന്നത്.